ഐഡിയസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയുള്ള നല്ലൊരു കടച്ചക്ക ഉപ്പേരിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ ഒക്കെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് ഇത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കണൊക്കെ മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ തന്നെ ലൈക്കും കൂടെ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഉപ്പേരി ഉണ്ടാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കടച്ചക്ക എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം വെള്ളത്തിൽ വേണം ഇട്ട് വയ്ക്കാനായിട്ട്. അതല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കറുത്ത് പോകട്ടെ. ഇത് നമുക്ക് ഏറ്റവും ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവിക്കാനായിട്ട് ഞാനിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കഷ്ണങ്ങൾ മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഈ ഒരു കഷ്ണങ്ങളൊന്ന് വേവാനായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ അടച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവാനായിട്ട് 2 വിസിൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതൊന്ന് വേവിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇതേ 2 വിസിലിന് ശേഷം ഇതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇതാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചിട്ട് എടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒത്തിരി ഇങ്ങനെ കുഴഞ്ഞ പരുവത്തിലാക്കി എടുക്കണ്ട, കുറച്ച് ഇങ്ങനെ കടിക്കാനൊക്കെ ആയിട്ട് കിട്ടുന്ന ആ ഒരു പരുവത്തിലാക്കി എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചിട്ട് കൂടെ മാറ്റി വെക്കണം കേട്ടോ. അതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്തിട്ടുള്ളത്. കടുക് ചേർത്ത് നല്ലോണം പൊട്ടി വന്നതിന് ശേഷം നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതൊന്ന് മൂത്ത് വരണം. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഈ ഒരു ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉണക്കമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിലാണ് ഉണക്കമുളക് ചതച്ചത് ചേർത്തിട്ടുള്ളത്. ഇതിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള കഷ്ണം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ഒരു വെള്ളത്തോട് കൂടിയിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഈ ഒരു കടച്ചക്ക ഒന്നും കൂടെ ഒന്ന് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ആ ഒരു വെള്ളം കൂടെ ഒന്ന് വറ്റിച്ചിട്ട് കൂടെ എടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പേരിയാണ് കേട്ടോ. അത് ഒരു തോരനാണ്. ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് ഉപ്പേരും തോരനും മെഴുക്കുവരട്ടി എല്ലാം ഒന്ന് തന്നെയല്ല. അപ്പോൾ അത് കാരണമാണ് കേട്ടോ ഉപ്പേരി എന്ന് പറയണത്. ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഈ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതുപോലൊക്കെ തന്നെയാവും നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുക്കണുണ്ടാവുക അല്ലേ. അപ്പോൾ അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കടച്ചക്ക ഉപ്പേരി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കും കൂടെ വേണേ. അപ്പം ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.